Hello everyone, welcome back to our 31-day English fluency course. Today is day 11 and we are going to learn one of the most useful tenses in English, that is simple future tense. പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും 31-day ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സിൻ്റെ 11ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. Dear friends and students, by the end of this lesson, you will be able to talk about future actions confidently. Then you can make positive, negative and question sentences. Then use the tense correctly in daily conversation and complete practice worksheet 2. So, let's begin. What is a simple future tense? എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. സോ ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ്. പ്രവൃത്തികളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. എങ്ങനെയുള്ള പ്രവൃത്തികളെ? ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ നമ്മളെ സഹായിക്കുന്ന കാലമാണ്, ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ സ്റ്റഡി ടുമോറോ. ഞാൻ നാളെ പഠിക്കും. അവൾ പിന്നീട് വരും. ഷീ വിൽ കം ലേറ്റർ. ഞാൻ നാളെ വരും. ഐ വിൽ കം ടുമോറോ. അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറയുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. Now we discuss the various uses of simple future tense. First point, future actions. That means we used to describe future actions. ഭാവിയിൽ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ദെൻ വി യൂസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ടു മേക്ക് പ്രെഡിക്ഷൻസ്. പ്രവചനങ്ങൾ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടിയൊക്കെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. ഇന്ന് രാത്രി മഴ പെയ്യും. ഇംഗ്ലീഷിൽ നമുക്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ് എന്ന് പറയാം. ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വി ക്യാൻ മേക്ക് പ്രോമിസസ്. വാഗ്ദാനങ്ങൾ പറയാൻ നമുക്ക് സാധിക്കും. നമ്മളെ സഹായിക്കുന്ന ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നെ സഹായിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു. Then fourth one, we can use simple future tense to describe instant decisions. ഉടനെടുത്ത തീരുമാനങ്ങളൊക്കെ പറയാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഫോൺ ബെല്ലടിക്കുന്നു, ഞാൻ എടുത്തോളാം. ഫോൺ ബെല്ലടിക്കുന്നു, ഞാൻ എടുക്കാം. പെട്ടെന്നുള്ള തീരുമാനമാണ്. ദ ഫോൺ ഈസ് റിംഗിങ്, ഐ വിൽ ആൻസർ ഇറ്റ്. ദ ഫോൺ ഈസ് റിംഗിങ്, ഐ വിൽ ആൻസർ ഇറ്റ്. And the fifth one is, with the help of simple future tense, we can make offers. സഹായങ്ങളൊക്കെ we can describe offers. ഞാൻ നിന്റെ ബാഗ് എടുക്കാം. ഒരു സഹായമാണ് അല്ലേ? ഒരു വാഗ്ദാനമാണ്, ഒരു സഹായ വാഗ്ദാനം. ഐ വിൽ ക്യാരി യുവർ ബാഗ്. ഐ വിൽ ക്യാരി യുവർ ബാഗ്. ഞാൻ നിന്റെ ബാഗ് എടുക്കാം. ദെൻ വി യൂസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ടു മേക്ക് റിക്വസ്റ്റ്. അഭ്യർത്ഥനകൾ പറയാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നീ എന്നെ സഹായിക്കൂ. നീ എന്നെ സഹായിക്കൂ. വിൽ യു ഹെൽപ്പ് മീ? വിൽ യു ഹെൽപ്പ് മീ? Now we mainly focus in this video future actions. That's the first point. Now we can see various examples. ഫസ്റ്റ് വൺ, അവർ വൈകുന്നേരത്തിൽ ഫുട്ബോൾ കളിക്കും. വൈകുന്നേരം അവർ ഫുട്ബോൾ കളിക്കും. അത് നടക്കാൻ പോകുന്ന സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ ദേ വിൽ പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ് എന്ന് പറയാം. ദേ വിൽ പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. ദെൻ ട്രെയിൻ 6 മണിക്കെത്തും. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കൃത്യസമയം സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാം, ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 6 o'clock. The train will arrive at 6 o'clock.
നമ്മൾ നാളെ കണ്ടുമുട്ടും, നമ്മൾ നാളെ കാണും. ഇങ്ങനെ പറയാം ഇംഗ്ലീഷിൽ വി വിൽ മീറ്റ് ടുമോറോ, വി വിൽ മീറ്റ് ടുമോറോ. ഇത്തരത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. Now look at the screen. Here we discuss the structure of simple future tense. How can we construct simple future tense sentence? So the sentence that begins with subject, then adds the auxiliary verb will, then V1 form of the verb, then object. That is the sentence structure. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം വരണം, ദെൻ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഓക്സിലറി എന്ന് പറയുന്നത് വിൽ ആണ്, വിൽ. ഇനി അതിനോടൊപ്പം V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വെർബിൻ്റെ ആദ്യത്തെ രൂപം ഉപയോഗിക്കുക, അതിനുശേഷം ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ സോ the sentence structure of simple future tense is subject plus will plus V1 form of the verb plus object. For example, we can say ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. We will play cricket. Here we is the subject, then will is the auxiliary verb, then play is the V1 form of the verb, then and the object is cricket. So we can say we will play cricket. Now we discuss the positive form, that is a positive sentence of simple future tense. How can we construct a sentence, positive sentence in simple future tense? So we need a structure like this. First one, we have to add the subject, then add the auxiliary verb will, then V1 form of the verb, then the last one is object. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം എഴുതണം, അതിനുശേഷം വിൽ ഓക്സിലറി വെർബായിട്ടുള്ള വില്ല് ചേർക്കണം, അതിനുശേഷം വെർബിൻ്റെ ആദ്യത്തെ രൂപം ബേസ് ഫോം V1 ഫോം ഓഫ് ദി വെർബ് ആഡ് ചെയ്യുക, ദെൻ ഒബ്ജക്റ്റ് എഴുതുക. ഇപ്പോൾ സബ്ജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇനി ഇതൊന്നും അല്ലാതെ മറ്റ് സബ്ജക്റ്റുകളും ആവാം. ദ സൺ, ദ മൂൺ, ദ എർത്ത്, സ്റ്റുഡൻസ്, ബോയ്സ്, ആനിമൽസ്, ബേഡ്സ്, അല്ലേ, അങ്ങനെ എന്തും ആവാം. അപ്പോൾ സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ച് ഇവിടെ ഓക്സിലറി വെർബ് ചേർക്കേണ്ടതില്ല. ഇവിടെ ഓക്സിലറി വെർബ് ഒന്നേ ഉള്ളൂ, അത് വിൽ മാത്രമാണ്. അപ്പം സബ്ജക്റ്റിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമുക്ക് വിൽ ചേർത്ത് പോസിറ്റീവ് ഫോം സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം എഴുതണം, ദെൻ ഓക്സിലറി വെർബായിട്ടുള്ള വില്ല് ചേർക്കുക, ദെൻ V1 ഫോം ഓഫ് ദി വെർബ്, ലാസ്റ്റ് വൺ ഒബ്ജക്റ്റ്. ഇപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. ഐ വിൽ റൈറ്റ് എ ലെറ്റർ, ഐ വിൽ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്തെഴുതും. യു വിൽ റൈറ്റ് എ ലെറ്റർ, നിങ്ങൾ ഒരു കത്തെഴുതും. വി വിൽ പ്ലേ ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. ദേ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് പഠിക്കും. ഹി വിൽ സിംഗ് എ സോങ്, അവനൊരു പാട്ട് പാടും. അല്ല, നമുക്കിതൊക്കെ മാറ്റി പറയാം. ഷീ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിക്കും. ഹി വിൽ പ്ലേ ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കും. വി വിൽ റൈറ്റ് എ ലെറ്റർ, ഞങ്ങളൊരു കത്ത് എഴുതും. യു വിൽ സിംഗ് എ സോങ്, നീ ഒരു പാട്ട് പാടും. ദേ വിൽ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ നമുക്ക് വാചകങ്ങൾ മാറ്റി മാറ്റി ഉണ്ടാക്കാം. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം ഓക്സിലറി വെർബായിട്ടുള്ള വില്ല് ചേർക്കുക, ദെൻ V1 ഫോം ഓഫ് ദി വെർബ് ചേർക്കുക, ദെൻ ഒബ്ജക്റ്റ് ചേർക്കുക. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് റെഡി. Now we move to the negative form. How can we construct a negative sentence in simple future tense? So, in order to make a negative form, a negative sentence in simple future tense, first we should start the sentence with a subject, then add the auxiliary verb will, then the sentence is a negative, so we have to add not along with the auxiliary verb will. We can say will not, or its shortened form, that's
want. Will not എന്നും പറയാം, അല്ലെങ്കിൽ want എന്നും പറയാം. Then we have to add the base form, then object. That is the sentence structure. Subject plus will not അല്ലെങ്കിൽ want plus V1 plus object. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് എഴുതണം, അതിനുശേഷം വില്ലിനൊപ്പം നോട്ട് ചേർത്ത് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വോണ്ട് എന്ന് എഴുതാം. വോണ്ട്, WON'. അതിനൊപ്പം V1 ഫോം, ബേസ് ഫോം ഉപയോഗിക്കുക വെർബിൻ്റെ. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ചേർക്കുക. സബ്ജക്റ്റ് സെയിം തന്നെ, I, you, we, they, he, she, it, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റ് സബ്ജക്റ്റുകൾ. അപ്പം അതിനൊപ്പം ഒന്നെങ്കിൽ വിൽ നോട്ട് ചേർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം വോണ്ട് എന്ന് ചേർക്കുക. അതിനുശേഷം വെർബിൻ്റെ ആദ്യത്തെ രൂപം ചേർക്കുക, ഒബ്ജക്റ്റ് ചേർക്കുക. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. I will not write a letter. ഞാൻ കത്തെഴുതില്ല. I will not write a letter. We will not play cricket. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കില്ല. They will not study English. അവർ ഇംഗ്ലീഷ് പഠിക്കില്ല. She will not sing a song. അവളൊരു പാട്ട് പാടില്ല. ഇനി ഇത് തന്നെ നമുക്ക് വോണ്ട് ചേർത്തും പറയാം. She won't sing a song. അവൾ പാട്ട് പാടില്ല. He won't study English. അവൻ ഇംഗ്ലീഷ് പഠിക്കില്ല. They won't play cricket. അവർ ക്രിക്കറ്റ് കളിക്കില്ല. I won't write a letter. ഞാൻ കത്ത് എഴുതില്ല. അപ്പോൾ സബ്ജക്റ്റിനോടൊപ്പം ഓക്സിലറി വെർബ് ചേർക്കുക, അത് നോട്ട് ചേർത്ത് ഒന്നെങ്കിൽ വിൽ നോട്ട് എന്ന് ചേർക്കുക, അല്ലെങ്കിൽ വോണ്ട് എന്ന് ചേർക്കുക, അതിനൊപ്പം V1 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ഫോം കൺസ്ട്രക്ട് ചെയ്യാം. Now we discuss the positive question form. How can we write or say positive question form in simple future tense? ഇപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ് പറയും നമ്മൾ കണ്ടിരുന്നു. ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം ഓക്സിലറി വെർബായിട്ടുള്ള വില്ല് ചേർക്കുക, ദെൻ ബേസ് ഫോം ചേർക്കുക, ഒബ്ജക്റ്റ് ചേർക്കുക. ദാറ്റ് ഈസ് ദി പാറ്റേൺ ഓഫ് പോസിറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, സബ്ജക്റ്റിന് ശേഷം എഴുതിയ ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ആകെപ്പാടെയുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഒബ്ജക്റ്റിനോടൊപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഒബ്ജക്റ്റ് വി ഷുഡ് ആഡ് എ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ വിൽ ഓക്സിലറി വെർബ് ആദ്യം കൊണ്ടുവരിക പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി, അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം V1 ഫോം ഓഫ് ദി വെർബ്, ദെൻ ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. വിൽ യു റൈറ്റ് എ ലെറ്റർ? നീ ഒരു കത്ത് എഴുതുമോ? അപ്പം നമ്മൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? I will write a letter. ഞാനൊരു കത്ത് എഴുതും. അപ്പോൾ നീ ഒരു കത്ത് എഴുതുമോ? എങ്ങനെ ചോദിക്കാം? വിൽ യു റൈറ്റ് എ ലെറ്റർ? അല്ലെങ്കിൽ വി വിൽ പ്ലേ ക്രിക്കറ്റ് എന്ന്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. അപ്പം നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമോ? ഒന്നെങ്കിൽ നമുക്ക് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമെന്ന് വിൽ യു പ്ലേ ക്രിക്കറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. ഇനി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമോ? വിൽ വി പ്ലേ ക്രിക്കറ്റ്? ഇനി ദേ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കുമോ? വിൽ ദേ സ്റ്റഡി ഇംഗ്ലീഷ്? ഹി വിൽ സിങ് എ സോങ്. അവനൊരു പാട്ട് പാടും. അപ്പോൾ അവനൊരു പാട്ട് പാടുമോ? വിൽ ഹി സിങ് എ സോങ്? അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി പോസിറ്റീവ് ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിന് മുമ്പിലേക്ക് വിൽ എന്ന ഓക്സിലറി വെർബ് ചേർക്കുന്നു. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം. പിന്നെ ഒബ്ജക്റ്റിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്യുന്നു. Then the last form of sentence is negative question form. So here we can see two structures are there. First one, we can add auxiliary verb at the beginning of sentence, then subject, then the negative indicator, that is not. Then we can add base form of verb, that is V1, then object plus question mark. The other way to construct it is want. That means will plus not. അത് ആദ്യം കൊണ്ടുവരിക, then we can add subject,
ദെൻ V1 ഫോം ഓഫ് ദി വെർബ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ രണ്ട് രീതിക്ക് ഇത് ചെയ്യാം. ഒന്നുകിൽ ഓക്സിലറി വെർബായിട്ടുള്ള വിൽ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം നെഗറ്റീവ് ആയിട്ടുള്ള നോട്ട് ചേർക്കുക, ദെൻ V1 ഫോം ഓഫ് ദി വെർബ് ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അത്രയും ചേർത്താലും നമുക്ക് വാചകം ഉണ്ടാക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കാം. ഇനി അതിൻ്റെ മറ്റൊരു ഷോർട്ട് ഫോമാണ് വിൽ നോട്ട് എന്നുള്ളത് ആദ്യം ഇങ്ങ് കൊണ്ടുവരിക. അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? വോണ്ട്. അപ്പോൾ വോണ്ട് ആദ്യം സെൻറ്റൻസിൻ്റെ ആദ്യം എഴുതുക, അതിനുശേഷം സബ്ജക്റ്റ് ആഡ് ചെയ്യുക, ദെൻ V1 ഒബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുമുള്ള വാചകങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. വിൽ യു നോട്ട് റൈറ്റ് എ ലെറ്റർ? നീ ഒരു കത്ത് എഴുതില്ലേ? അപ്പം ഞാനൊരു കത്ത് എഴുതില്ലെന്ന് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഐ വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ. അപ്പം നീ ഒരു കത്ത് എഴുതില്ലേ? വിൽ യു നോട്ട് റൈറ്റ് എ ലെറ്റർ എന്ന് ചോദിക്കാം. അല്ല നമുക്ക് ഷോർട്ട് ഫോമായിട്ട് വോണ്ട് ചേർത്ത് വയ്ക്കാം. വോണ്ട് യു റൈറ്റ് എ ലെറ്റർ. അപ്പോൾ പിന്നീട് വോണ്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ സബ്ജക്റ്റിന് ശേഷം നോട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. വിൽ ആദ്യം ഉപയോഗിക്കുമ്പോൾ നോട്ട് അതിന് കൂടെ ചേർക്കുന്നില്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നോട്ട് ചേർക്കുക. വിൽ യു നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇനി ഇതേ വാചകം തന്നെ വിൽ നോട്ട് ആദ്യം ഇങ്ങ് കൊണ്ടുവരികയാണെങ്കിൽ അത് ഷോർട്ട് ഫോമിൽ നമ്മൾ വോണ്ട് എന്ന് പറയും. അപ്പോൾ വോണ്ട് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ നോട്ട് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ വോണ്ട് യു റൈറ്റ് എ ലെറ്റർ. വിൽ ദേ പ്ലേ ക്രിക്കറ്റ്? വിൽ ദേ നോട്ട് പ്ലേ ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിക്കില്ലേ? ഇത് തന്നെ നമുക്ക് ചോദിക്കാം. വോണ്ട് ദേ പ്ലേ ക്രിക്കറ്റ്? വിൽ ഹി നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് പഠിക്കില്ലേ? അല്ല നമുക്കിങ്ങനെ ചോദിക്കാം, വോണ്ട് ഹി സ്റ്റഡി ഇംഗ്ലീഷ്? വിൽ ഷീ സിംഗ് എ സോങ്? വിൽ ഷീ നോട്ട് സിംഗ് എ സോങ്? അവളൊരു പാട്ട് പാടില്ലേ? അല്ലെങ്കിൽ ചോദിക്കാം, വോണ്ട് ഷീ സിംഗ് എ സോങ്? അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിർമ്മിക്കാൻ ആദ്യം നമ്മൾ ഒന്നുകിൽ വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ നമുക്ക് വിൽ നോട്ട് എന്നുള്ളത് ആദ്യം കൊണ്ടുവരാം, വോണ്ട് ചുരുക്ക രൂപത്തിൽ എഴുതാം, ദെൻ സബ്ജക്റ്റ് എഴുതാം, ദെൻ V1 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. So here you can see one sentence in all four forms in simple future tense. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരവും പഠിച്ചിരുന്ന കാര്യങ്ങൾ, അതായത് ഒരു വാചകത്തെ നമ്മൾ 4 രീതിക്ക് എഴുതുകയാണ്. Here we take one example. He will visit മൂന്നാർ tomorrow. അവൻ നാളെ മൂന്നാർ സന്ദർശിക്കും. അതാണ് നമ്മുടെ വാചകം. അപ്പോൾ നമ്മളിതിനെ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻ ഫോമിലും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോമിലും നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ്. Positive form is same as the base sentence. That is, he will visit Munnar tomorrow. That is the positive sentence. ഇനി നെഗറ്റീവിലേക്ക് അതിനെ മാറ്റുക. നോക്കൂ, അവിടെ ഒരു വ്യത്യാസമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഹി വിൽ, അതിനുശേഷം നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ള ഇൻഡിക്കേറ്റർ നോട്ട് ചേർക്കും. അത്ര മാത്രമേ അവിടുത്തെ ഒരു വ്യത്യാസമുള്ളൂ. ഹി വിൽ നോട്ട് വിസിറ്റ് മൂന്നാർ ടുമോറോ. ബാക്കി അതേപടി വാചകം എഴുതുന്നു. ഹി വിൽ നോട്ട് വിസിറ്റ് മൂന്നാർ ടുമോറോ. ഇനി ക്വസ്റ്റ്യൻ ഫോം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം പോസിറ്റീവ് സെൻറ്റൻസ് എഴുതിയത് ഹി വിൽ വിസിറ്റ് മൂന്നാർ ടുമോറോ എന്നാണ്. അപ്പോൾ ആ പോസിറ്റീവ് സെൻറ്റൻസിനെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുക എവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? അവിടെ ഉപയോഗിച്ച ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവിടെ ഉപയോഗിച്ച ഓക്സിലറി വെർബ് വില്ലാണ്, സബ്ജക്റ്റ് ഹി ആണ്. അപ്പം വിൽ ഹി, ബാക്കി സെൻറ്റൻസ് അതേപടി പറഞ്ഞാൽ മതി. വിൽ ഹി വിസിറ്റ് മൂന്നാർ ടുമോറോ. അപ്പോൾ ഇനി അതിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്യുക. Will he visit Munnar tomorrow? So that is the positive question form. Then negative question form. Negative question form ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കി. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഹി വിൽ നോട്ട് വിസിറ്റ് മൂന്നാർ ടുമോറോ. അതാണ് നെഗറ്റീവ്. ഒന്നുകിൽ നമുക്ക് ചെയ്യാം, ഈ നെഗറ്റീവ് സെൻറ്റൻസിലെ ആ വിൽ ആദ്യം കൊണ്ടുവരാം, സബ്ജക്റ്റിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഹി നോട്ട് വിസിറ്റ് മൂന്നാർ ടുമോറോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്താൽ അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. വിൽ ഹി നോട്ട് വിസിറ്റ് മൂന്നാർ ടുമോറോ. ഇനി അതല്ലെങ്കിൽ വിൽ നോട്ട്, ആ ഭാഗം മൊത്തം നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും, സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അതായത് വോണ്ട് എന്ന് പറയും ചുരുക്കത്തിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ആ വാചകത്തെ? വോണ്ട് ഹി വിസിറ്റ് മൂന്നാർ ടുമോറോ. അങ്ങനെ വേണം ആ ഒരു ചോദ്യം ചോദിക്കാൻ. വോണ്ട് ഹി വിസിറ്റ് മൂന്നാർ ടുമോറോ. അപ്പോൾ ഈ രണ്ട് രീതിക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. Now second one, we take another base sentence. She will sing a song. അവൾ ഒരു പാട്ട് പാടും.
അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ എഴുതുകയാണ്. ഫസ്റ്റ് പോസിറ്റീവ് സെൻറ്റൻസ്, ദാറ്റ് ഈസ് സെയിം ആസ് the base sentence. She will sing a song. Then for negative, we add one not after the auxiliary verb. She will not sing a song. She will not sing a song. Then look at the question form. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പോസിറ്റീവ് സെൻറ്റൻസ് നമ്മളിവിടെ ചെയ്തിരുന്നത് ഷീ വിൽ സിങ് എ സോങ് എന്നാണ്. അപ്പോൾ അതിലെ ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു ചോദ്യമായി, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ചേർത്താൽ മതി. വിൽ ഷീ സിങ് എ സോങ്. അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ഫോക്കസ് ചെയ്യുക. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു ഷീ വിൽ നോട്ട് സിങ് എ സോങ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആ വിൽ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരാം, അതായത് ഷീക്ക് മുമ്പിലേക്ക് വിൽ കൊണ്ടുവരാം. വിൽ ഷീ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നോട്ട് അവിടെയുണ്ട്. വിൽ ഷീ നോട്ട് സിങ് എ സോങ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്താൽ അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യനായി. വിൽ ഷീ നോട്ട് സിങ് എ സോങ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ വിൽ നോട്ട്, ആ പാർട്ട് ഫുള്ള് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക സബ്ജക്റ്റിന് മുമ്പിലേക്ക്. അപ്പോൾ അതിനെ ഷോർട്ട് ഫോമിലേക്ക് കൊണ്ടുവരിക വോണ്ട് ഷീ. ഇനി വോണ്ട് ഷീ സിങ് എ സോങ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം അല്ലെങ്കിൽ പറയാം. Now we move to the practice worksheets. So here the first worksheet is write each sentence in all 4 forms. Here I give you a base sentence. From that you have to create 4 forms, that is positive form, negative form, positive question form and a negative question form. So you just try. She will come tomorrow എന്നുള്ള ആ ഒരു ബേസ് ഫോമിൽ നിന്ന് പോസിറ്റീവ് ഫോം ഉണ്ടാക്കണം, നെഗറ്റീവ് ഫോം ഉണ്ടാക്കണം, പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. പോസിറ്റീവ് ഫോം, ഫസ്റ്റ് വി ഡിസ്കസ് ദ പോസിറ്റീവ് ഫോം. പോസിറ്റീവ് ഫോം ഈസ് സിമിലർ ആസ് ദി ബേസ് ഫോം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ആ സെൻറ്റൻസ് തന്നെയാണ് അതിൻ്റെ പോസിറ്റീവ് ഫോം. സോ പോസിറ്റീവ് ഫോം ഈസ് ഷീ വിൽ കം ടുമോറോ, ദാറ്റ് ഈസ് ദി പോസിറ്റീവ് ഫോം. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് അറിയാം. ഓക്സിലറിക്ക് ശേഷം ഒരു നോട്ട് ചേർത്താൽ അത് നെഗറ്റീവ് ഫോം ആകും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ഫോം എന്തായിരിക്കും നോക്കാം. ഷീ വിൽ നോട്ട് കം ടുമോറോ. ഷീ വിൽ നോട്ട് കം ടുമോറോ. അപ്പോൾ ഷീ കഴിഞ്ഞുള്ള ഓക്സിലറി വെർബ് അവിടെ വില്ലാണ്, അതിനുശേഷം ഒരു നോട്ട് ചേർത്തുകൊണ്ട് ആ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കി. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഫോമാണ്. അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കാൻ വേണ്ടി പോസിറ്റീവ് സെൻറ്റൻസ് ഫോക്കസ് ചെയ്യുക. അതിലേതാണോ ഓക്സിലറി അത് എടുത്ത് വെളിയിലേക്ക് ഇടുക, സബ്ജക്റ്റിന് മുമ്പിലേക്ക് ഇടുക. അപ്പോൾ വിൽ ഷീ, പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കറക്റ്റായിട്ട് എഴുതുക, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അപ്പോൾ നോക്കൂ, ആ സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. വിൽ ഷീ കം ടുമോറോ. വിൽ ഷീ കം ടുമോറോ, അതായത് സബ്ജക്റ്റിന് മുമ്പിലേക്ക് ഓക്സിലറി കൊണ്ടുവന്നു, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്തു, ഇത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ. ദെൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ ഇതുപോലെ തന്നെയാണ്, സബ്ജക്റ്റിന് മുമ്പിലേക്ക് അവിടുത്തെ ഓക്സിലറി കൊണ്ടുവരിക. അതാണ് ആദ്യത്തെ ഒരു വഴി. വിൽ ഷീ നോട്ട് കം ടുമോറോ എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ആ വിൽ നോട്ടിനെ നമുക്ക് മുമ്പിലേക്ക്, സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വിൽ നോട്ട് നമുക്ക് ഷോർട്ട് ഫോമിൽ വോണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം നെഗറ്റീവ് ഫോം. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം, വിൽ ഷീ നോട്ട് കം ടുമോറോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസിനെ എഴുതാം. അപ്പോൾ വിൽ മാത്രം സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വിൽ ഷീ നോട്ട് കം ടുമോറോ എന്ന് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ വിൽ നോട്ടിനെ, അതായത് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള വോണ്ട് സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നും ഈ ചോദ്യം ചോദിക്കാം. നോക്കൂ, വോണ്ട് ഷീ കം ടുമോറോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ 4 രീതിക്കാണ് നമ്മൾ വാചകങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എഴുതുക. Now we take the second base form, they will help us. അപ്പോൾ they will help us എന്നുള്ള ഒരു വാചകം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഫോം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോം, ഇത്രയും നമുക്ക് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് പോസിറ്റീവ് ഫോം എഴുതാം. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഫോം എല്ലായ്പ്പോഴും ബേസ് ഫോമിന് ഈക്വൽ ആയിരിക്കും, സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ഫോം എഴുതുന്നു, സെയിം ആസ് ദ ബേസ് ഫോം, ദേ വിൽ ഹെൽപ്പ് അസ്. ഇനി ഇതിനെ നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലേ? അതായത് പോസിറ്റീവ് ഫോമിൽ സബ്ജക്റ്റിനും ഓക്സിലറി വെർബിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഫോം ആവുന്നു, കണ്ടല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദേ വിൽ നോട്ട് ഹെൽപ്പ് അസ്, ദേ വിൽ നോട്ട് ഹെൽപ്പ് അസ്. അപ്പോൾ പോസിറ്റീവ് ഫോമും കിട്ടി, നെഗറ്റീവ് ഫോമും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് ഫോക്കസ് ചെയ്യുക. അവിടെയുള്ള ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഒബ്ജക്റ്റിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ആഡ് ചെയ്താൽ അവിടെ ക്വസ്റ്റ്യനായി, പോസിറ്റീവ് ക്വസ്റ്റ്യനായി. ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ് ശരിയാണോ എന്ന്. ആദ്യം ഓക്സിലറി വെർബായിട്ടുള്ള വിൽ സബ്ജക്റ്റിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ വിൽ ദേ എന്നാകുന്നു. പിന്നെ ആ ഒബ്ജക്റ്റ് ബാക്കി എഴുതുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുന്നു, വിൽ ദേ ഹെൽപ്പ് അസ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഫോമിലേക്ക് പോകാം. അപ്പോൾ നെഗറ്റീവ് ഫോമിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആദ്യം ഫോക്കസ് ചെയ്യുക. അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഒന്ന് എഴുതി നോക്കും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ദേ വിൽ നോട്ട് ഹെൽപ്പ് അസ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്കൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് ആക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിലറി വെർബിനെ മാത്രം സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് നമുക്കതിനെ ഒരു ചോദ്യമാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വിൽ ദേ, ബാക്കി നോട്ട് ഹെൽപ്പ് അസ് അല്ലേ, അതാണ് ആദ്യത്തെ രൂപം. അപ്പോൾ നമുക്ക് നോക്കാം. വിൽ ദേ നോട്ട് ഹെൽപ്പ് അസ്, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ചേർത്താൽ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പ് ആവും. വിൽ ദേ നോട്ട് ഹെൽപ്പ് അസ്. ഇനി മറ്റൊരു രൂപമുണ്ട്. നമ്മൾ ആ വിൽ നോട്ട് എന്ന് പറയുന്ന ആ പാർട്ട് മൊത്തവും കൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു, സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് വിൽ നോട്ടിനെ ഷോർട്ട് ഫോമിൽ വോണ്ട് എന്ന് പറയും. അപ്പം ബാക്കി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, വളരെ സിമ്പിളാണ്. വോണ്ട് ദേ ഹെൽപ്പ് അസ്, വോണ്ട് ദേ ഹെൽപ്പ് അസ്. അപ്പോൾ ഈ 4 രീതിയിൽ ഈ വാചകത്തെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. Next worksheet, that is multiple choice worksheet. So here you can see 5 questions, and each question that has 4 options there. First question is, I dash study English tomorrow. So you must pick up one auxiliary verb from the choices. Choices are study, will, studied, are. Then second question is, she dash visit her grandmother next week. So there also you should add the correct auxiliary verb from the given choice. They are will, is, visited, does. Then third question, dash you help me. The options are, so you should find out the correct question right there. Do, did, will, are. Then fourth question is also a task that you should find out the question weight. So options are does, did, will, is. And the last question is, I dash not forget this lesson. So we have to make that particular sentence as negative. So for that we have to add one auxiliary. So options are am, did, will, does. So we just try to answer. So now we find out the answers. First one, I dash study English tomorrow. അപ്പോൾ ഇവിടെ വേണ്ടത് ഞാൻ നാളെ ഇംഗ്ലീഷ് പഠിക്കുമെന്നാണ്. അപ്പോൾ അത് പറയണമെങ്കിൽ അവിടെ ആപ്റ്റായിട്ടുള്ള ഓക്സിലറി വെർബ് ചേർക്കണം. അപ്പോൾ ഇവിടെ
നാളത്തെ കാര്യം, അതായത് ഫ്യൂച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരേ ഒരു ഓക്സിലറിയേ ഉള്ളൂ, ദാറ്റ് ഈസ് വിൽ. അപ്പോൾ നമ്മളത് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ടുമോറോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ നെക്സ്റ്റ് വീക്ക്. അവളുടെ മുത്തശ്ശീനെ അടുത്ത ആഴ്ച സന്ദർശിക്കുന്നതാണ്. അപ്പോൾ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിനെ സൂചിപ്പിക്കേണ്ട ഓക്സിലറി വെർബ് എന്നുള്ളത് നമുക്കിപ്പോൾ പഠിച്ചു, ദാറ്റ് ഈസ് വിൽ. ഷീ വിൽ വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദർ നെക്സ്റ്റ് വീക്ക്. ദെൻ അടുത്ത ചോദ്യം ഒരു ഓഫറാണ് അല്ലേ, സഹായിക്കാം, ഒരു ഓഫറല്ല, റിക്വസ്റ്റാണ്, സഹായിക്കാമോ. അപ്പോൾ നോക്കൂ, അപ്പോൾ അവിടെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരേ ഒരു ഓക്സിലറി ഉള്ളൂ, അത് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ അവിടെ ഡു, ഡിഡ്, വിൽ, ആർ, അതിൽ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി എന്ന് പറയുന്നത് വില്ലാണ്. അപ്പോൾ അത് കൂട്ടി ചോദിക്കുക, വിൽ യു ഹെൽപ്പ് മീ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെയും നമുക്ക് ഒരു ഓക്സിലറി, അതാണ് അവിടെ ചോദ്യവാക്കായിട്ട് വരിക. അപ്പം ഫ്യൂച്ചറിൽ ഓക്സിലറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിൽ. സോ വി ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, വിൽ ഷീ കോൾ യു ലേറ്റർ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് നോട്ട് ഫോർഗെറ്റ് ദിസ് ലെസൺ. അപ്പോൾ അത് സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവായിട്ട് പറയണം, ഞാൻ ഇത് മറക്കില്ല. അപ്പം അവിടെ ചേരേണ്ട ഓക്സിലറി വെർബ് വില്ലാണ്. ഐ വിൽ നോട്ട് ഫോർഗെറ്റ് ദിസ് ലെസൺ. Now we move to the third worksheet, that is fill in the blanks worksheet. So first question is, I dash go to school tomorrow. ഞാൻ നാളെ സ്കൂളിൽ പോകും. Second one, she dash not come today. അവൾ ഇന്ന് വരില്ല. Third one, dash you help me. നീ എന്നെ സഹായിക്കുമോ. Fourth one, they dash play cricket next week. അവർ അടുത്ത ആഴ്ച ക്രിക്കറ്റ് കളിക്കും. ഫിഫ്ത്ത് വൺ, ഹി ഡാഷ് വിസിറ്റ് ഹിസ് അങ്കിൾ. അവൻ അവൻ്റെ അങ്കിളിനെ സന്ദർശിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിന് ആപ്റ്റായിട്ടുള്ള ഓക്സിലറി വെർബ് ചേർത്താൽ ഈ വാചകങ്ങളൊക്കെ ശരിയാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ആൻസറുകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ് ഒന്നേ ഉള്ളൂ. ആ ഓക്സിലറി വെർബ് ചേർത്ത് ഈ വാചകങ്ങൾ പൂർത്തീകരിച്ചാൽ അത് അങ്ങേയറ്റം കറക്റ്റായിട്ടുള്ള ഒരു രീതിയായിരിക്കും. ഇപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസറുകളൊക്കെ. ഫസ്റ്റ് വൺ, ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിൽ, ഇപ്പം ഫ്യൂച്ചറാണ് അവിടെ പറയുക. അവൾ ഇന്ന് വരില്ല. അപ്പം അത് പറയണമെങ്കിൽ നമ്മൾ വില്ല് ചേർത്ത് പറഞ്ഞാൽ മതി അല്ലേ. ഷീ വിൽ നോട്ട് കം ടുഡേ. നീ എന്നെ സഹായിക്കുമോ. ഇങ്ങനെ ചോദിക്കാം, വിൽ യു ഹെൽപ്പ് മീ. വിൽ യു ഹെൽപ്പ്, റിക്വസ്റ്റ് ആണ് അല്ലേ. ഇനി ഫോർത്ത് വൺ, അവർ അടുത്ത ആഴ്ച ക്രിക്കറ്റ് കളിക്കും. നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞാൽ മതി ഫ്യൂച്ചർ കിട്ടാൻ, വിൽ. ദേ വിൽ പ്ലേ ക്രിക്കറ്റ് നെക്സ്റ്റ് വീക്ക്. അവൻ അങ്കിളിനെ സന്ദർശിക്കും. അതും ഇതുപോലെ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ഹി വിൽ വിസിറ്റ് ഹിസ് അങ്കിൾ. Then sixth question, we dash watch a movie tonight. നമ്മൾ ഇന്ന് രാത്രി സിനിമ കാണും. അവിടെയും നമുക്ക് എന്ത് ചേർത്ത് എഴുതിയാലും മതി, അവിടെ ഓക്സിലറി വെർബ് ചേർത്താലും മതി. അപ്പോൾ എങ്ങനെ എഴുതാം, we will watch a movie tonight. The seventh one, dash she call you later. അവൾ നിന്നെ വിളിക്കുമെന്നാണ്. അവൾ നിന്നെ പിന്നെ വിളിക്കുമോ. എങ്ങനെ ചോദിക്കാം, will she call you later. മൈ മദർ ഡാഷ് കുക്ക് ഡിന്നർ. അപ്പം എൻ്റെ അമ്മ അത്താഴം പാകം ചെയ്യും. അപ്പം എങ്ങനെ പറയണം, വിൽ ചേർത്ത് പറയണം അല്ലേ. മൈ മദർ വിൽ കുക്ക് ഡിന്നർ. ഐ ഡാഷ് നോട്ട് ഫോർഗെറ്റ് ദിസ്. ഞാനിത് മറക്കില്ല. എങ്ങനെ പറയാം, ഐ വിൽ നോട്ട് ഫോർഗെറ്റ് ദിസ്. അവർ പെട്ടെന്ന് വരുമോ. അപ്പം എങ്ങനെ ചോദിക്കാം, വിൽ ദേ അറൈവ് സൂൺ. Dear friends, today we learned the definition of simple future tense, various uses, sentence structures, how to construct positive sentences, negative sentences, positive question forms, negative question forms,
Then we learned one sentence in all four forms. Then we practice the worksheet also. So excellent job, dear students and friends. So if this lesson helped you, like this video, subscribe my channel and share it with your friends. So see you in day 12 of our 31-day English fluency course. Keep learning, keep practicing, and keep growing. Thank you.